ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജ്യൂടെക്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഫെബ്രുവരി 12-ാം തീയതി നടക്കുന്ന ഫാർമസിസ്റ്റ് എക്സാം ആണ്. നമ്മുടെ കയ്യിൽ റിവിഷന്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫാർമകോഗ്നോസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓരോ ഡ്രഗിന്റെയും ബയോളജിക്കൽ സോഴ്സ്, ഫാമിലി, ഇതൊന്ന് റിവിഷൻ പ്ലാൻ തുടങ്ങുന്നതിന് മുന്നേ നോക്കി വെച്ചാൽ നമുക്ക് ആ സമയം നന്നായിട്ട് ലാഭിക്കാൻ പറ്റും. മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. പഠിക്കാൻ സമയമില്ലാതെ, അതായത് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് റിവിഷൻ ആ സമയത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും മതി. ഓരോ ഡ്രഗ്സിന്റെ ബയോളജിക്കൽ സോഴ്സും ഫാമിലിയും ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഓരോ ആക്ടിന്റെ വർഷങ്ങളൊന്ന് നോക്കി വെക്കുക. പോയിസൺസ് ആക്ട് നോക്കി വെക്കുക, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, അങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആക്ടിന്റെ വർഷങ്ങളൊന്ന് നോക്കി വെക്കുക. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഓരോ ഡ്രഗ്സും ഏതേത് കാറ്റഗറി ആണെന്ന് നോക്കി വെക്കുക. ഓരോ ഡ്രഗ്സിന്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ അമോക്സിലിൻ, ആംബിസിലിൻ ആണെങ്കിൽ സൈഡ് എഫക്റ്റ് എന്താണ്? ഡയറിയാണ്. സ്ട്രെപ്റ്റോമൈസിനൊക്കെ ആണെങ്കിൽ ഓട്ടോടോക്സിസിറ്റി. അങ്ങനെയുള്ള ഓരോ ഡ്രഗ്സിന്റെയും സൈഡ് എഫക്റ്റ് നോക്കി വെക്കുക. മെയിൻ ആയിട്ടുള്ള യൂസസ് എന്താണെന്നൊക്കെ നോക്കി വെക്കുക. പിന്നീട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രഗ് ഇന്ററാക്ഷൻസ് നോക്കി വെക്കുക. ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻ ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ ഇതിന്റെ ഓരോരോ നോട്ടും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ക്ലാസ്സിൻ്റെ നോട്ട് ഇന്ന് മുതലുള്ളത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റിവിഷൻ പ്ലാന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ ക്ലാസ് ആവശ്യമുള്ള വ്യക്തികൾ ഈ ഒരു കാര്യങ്ങൾ കോമൺ ആയിട്ടൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലവണ്ണം നമ്മുടെ ക്ലാസ്സൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഓരോ ആഴ്ച എടുക്കുന്ന ഓരോ റിവിഷൻസും ക്ലാസ്സും അടുത്ത ആഴ്ച നമ്മൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് മാത്രമേ പുതിയ ഓരോ ടോപ്പിക്കിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും നമ്മുടെ ഒരു റിവിഷൻ പ്ലാൻ.